ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അരുണയുടെ ചോദ്യം കേട്ട് പ്രോസിക്യൂഷൻ ഭാഗം അവിടെ വിസ്തരിച്ച സാക്ഷിയോട് അരുണ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. സ്വന്തമായി വീടുണ്ടായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തും കൂടി എന്തിനാണ് അമ്പലത്തിന്റെ മുറ്റത്തുള്ള ആൾത്തറയിൽ പോയി കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തനിക്കും സുഹൃത്തിനും വീടുണ്ടായിട്ടും ഞങ്ങളവിടെ കിടക്കുന്നതിന് കാരണം കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്നും മദ്യപിക്കുന്ന ദിവസങ്ങളിൽ വീട്ടിൽ കിടക്കാൻ ഭാര്യ അനുവദിക്കില്ല എന്നും അതല്ല അന്ന് കുറച്ച് ലിമിറ്റിലധികം താൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്നും അതുകൊണ്ടാണ് ക്ഷേത്രത്തിലെ ആൽമര ചുവട്ടിൽ വന്ന് കിടക്കുന്നതെന്നുമുള്ള കാര്യം അയാൾ വെളിപ്പെടുത്തുന്നു. അന്ന് കുറച്ചേറെ കഴിച്ചു എന്നുള്ള കാര്യം കൂടി അയാൾ പറഞ്ഞതോടെ അരുണയ്ക്ക് അതൊരു അവസരമായി അരുണ മുതലെടുത്തു. വക്കീലിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കത്തിൽ കൃത്യമായ വിടവ് കണ്ടെത്തിയ അരുണ ഉടൻ തന്നെ കോടതിക്ക് മുന്നിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണെന്ന് നമ്മൾ എങ്ങനെ മുഖവിലേക്ക് എടുക്കുമെന്നും മാത്രമല്ല മദ്യപിച്ച് സ്വബോധം പോലും നഷ്ടപ്പെട്ട ഒരാൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പോലും പറയുമെന്നും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാളെ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണെന്നും അയാൾ കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി നടന്നതാണെന്നും എങ്ങനെ കോടതി വിശ്വസിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാക്ഷിയെ നമുക്ക് ഒരിക്കലും കോടതിക്ക് ഒരു രീതിയിലും അതൊരു സത്യസന്ധമായിട്ടുള്ള മൊഴിയാണെന്ന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് അരുണ വാദിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ അവർ തന്നെ ഈ സാക്ഷിയായി വന്ന ആളും അയാളുടെ സുഹൃത്തും കൂടി ക്ഷേത്രത്തിൽ നിന്ന് കാണിക്ക വഞ്ചി മോഷ്ടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയ സമയത്ത് അതുവഴി വന്ന തന്റെ കക്ഷികൾ അവിടെ മോഷ്ടാക്കളെ കണ്ടെത്തുകയും അവരിൽ നിന്ന് ആ കാണിക്ക വഞ്ചിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട പണം അവർ സുരക്ഷിതമായി പിടിച്ചു വാങ്ങി നാട്ടുകാരെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അതിന് ശ്രമിച്ച തന്റെ കക്ഷികളെ അവർ കുറ്റവാളികളാക്കി മാറ്റുകയാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് തന്റെ കക്ഷികൾ നിരപരാധിയാണെന്നും അരുണ വാദിക്കുന്നു. അത് കേൾക്കുന്നതോടെ കോടതി ഇനി എന്തെങ്കിലും ഇവിടെ നിൽക്കുന്ന പ്രതികൾക്ക് പറയുവാനുണ്ടോ എന്ന് ചോദിച്ചതോടെ വേദനയോടെ ഗോപാലകൃഷ്ണൻ കോടതിക്ക് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇത് ജീവിതത്തിൽ ആദ്യമാണ് എന്നും അറിയാതെ ചെയ്തു പോയ തെറ്റാണെന്നും തന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സ്വന്തമായി ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത തൻ്റെ മകൾക്കും ഒരു പേരക്കുട്ടിയും ഉണ്ടെന്നും അവര് തൻ്റെ സംരക്ഷണയിലാണ് ജീവിക്കുന്നതെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് അവരുടെ ജീവിതം വഴിമുട്ടി പോകുമെന്നുമായിരുന്നു ഗോപാലകൃഷ്ണന്റെ കോടതിക്ക് മുന്നിലുള്ള അപേക്ഷ. അതുകൊണ്ട് ദയവ് ചെയ്ത് കോടതി മാപ്പാക്കണമെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പൊട്ടിക്കരയുമ്പോൾ അടുത്തു നിന്ന വേലായുധൻ ഗോപാലകൃഷ്ണന്റെ അവസ്ഥ കണ്ട് കോടതിയോട് താൻ ചെയ്ത തെറ്റ് ഏറ്റു പറയുന്നു. താൻ ഈ ഒരു പദ്ധതിയിൽ താൻ മാത്രമായിരുന്നു പങ്കാളിയായിട്ടുണ്ടായിരുന്നുവെന്നും ഇതെല്ലാം തന്റെ പ്ലാനിങ് ആയിരുന്നുവെന്നും കാണിക്കവഞ്ചി മോഷ്ടിക്കാൻ ശ്രമിച്ചതും അത് മോഷ്ടിച്ചതുമൊക്കെ താൻ തന്നെ ചെയ്ത തെറ്റാണെന്നും അതിൽ തന്റെ സുഹൃത്തായ ഈ ഗോപാലകൃഷ്ണനെ താൻ ബലമായി ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും ഗോപാലകൃഷ്ണൻ നിരപരാധിയാണെന്നും അവനെ വെറുതെ വിടണമെന്നുമായിരുന്നു വേലായുധന്റെ ആവശ്യം. ഇവിടുന്ന് താൻ രക്ഷപ്പെട്ടു പോയാൽ ഒരുപക്ഷെ വീട്ടിൽ കിടന്നാലും ജയിലിൽ കിടന്നാലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയണ്ടേ? അതുകൊണ്ട് തനിക്ക് ഈ സത്യം തുറന്നു പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല എന്ന് വേലായുധൻ കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു. ഒടുവിൽ കോടതിയുടെ വിധി എന്താണെന്ന് അറിയാനായി ശിവനും അരികിലിരുന്ന് ചന്ദ്രയെയും കാത്തിരിക്കുമ്പോൾ കോടതി ഒന്നാം പ്രതിയായി നിന്നിരുന്ന ഗോപാലകൃഷ്ണനെ ജാമ്യം അനുവദിക്കുകയും രണ്ടാം പ്രതിയായ വേലായുധനെ റിമാൻഡിൽ അയക്കുകയും ചെയ്യുന്നു. കൂടുതൽ അന്വേഷണത്തിനായി ഇനി അടുത്ത വാദത്തിനായും ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഈ കേസിന്റെ വാദം സ്വീകരിക്കുന്നതാണെന്നും കോടതി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു. അതിനുശേഷം അരുണയാകെ വിഷമത്തോടെ ഗോപാലകൃഷ്ണനെ വേലായുധന്റെ അരികിലെത്തിയിട്ട് ശിവനോടും ചന്ദ്രയോടുമായിട്ട് പറഞ്ഞു, ഇതിനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തിനാ എത്ര വാവിട്ട് അലച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും വേലായുധൻ പറഞ്ഞു, സാരയില്ല വക്കീലെ, രണ്ട് വക്കീലന്മാരും അവരുടെ ഭാഗം കൃത്യമായി തന്നെ ചെയ്തു. പക്ഷേ ഇത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ഇവിടെ നിന്ന് താൻ കളവ് പറഞ്ഞ് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയാലും സമാധാനത്തോടു കൂടി കിടന്ന് ഉറങ്ങാൻ തനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അന്ന് ആ കേസ് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഒരിടത്തും കിടന്നുറങ്ങാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് ജയിലിൽ പോകുന്നതിൽ തനിക്ക് വിരോധമില്ല എന്നും തനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ സങ്കടമോ ഇല്ല എന്നും വേലായുധൻ അറിയിക്കുന്നു. പിന്നീട് ഗോപാലകൃഷ്ണൻ രക്ഷപ്പെട്ടതായിരുന്നു ശിവനും ചന്ദ്രയും അരുണയോട് പറയുന്നത്. എന്തായാലും ശാലിനിയുടെ അച്ഛന് രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ, ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞല്ലോ എന്ന് ശിവൻ അറിയിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ വേലായുധൻ അരികിലെത്തി വേലായുധനോട് എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം കോടതിയിൽ ഏറ്റു പറഞ്ഞെന്നും തന്നെ കൂടി ആ കൂട്ടത്തിൽ ചേർക്കാമായിരുന്നല്ലോ എന്നും താൻ കൂടി ഇതിൽ പങ്കാളിയായതുകൊണ്ട് ഇങ്ങനെ ഒരു കേസിൽ കുറ്റം ചെയ്തതിന്റെ പേരിൽ അതിലെ ശിക്ഷ അനുഭവിക്കാൻ താനും ബാധ്യസ്ഥനാണെന്നും അതിൽ തനിക്ക്
തന്റെ മനസ്സ് അതിന് തയ്യാറാണെന്നും കൂടി ഗോപാലകൃഷ്ണൻ അറിയിച്ചതോടെ വേലായുധൻ പറഞ്ഞു, വേണ്ട ഗോപാലകൃഷ്ണ, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ താൻ തീരുമാനമെടുത്തപ്പോ നീ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചതാണെന്നും എന്നിട്ടും ഞാൻ എന്റെ നിർബന്ധപൂർവ്വം ഞാൻ നിന്നെ അതിലേക്ക് പിടിച്ചു വലിച്ചിടുകയാണ് ചെയ്തത് എന്ന് ഗോപാലകൃഷ്ണനോട് വേലായുധൻ താനാണ് തെറ്റ് ചെയ്തതെന്ന് വീണ്ടും ആവർത്തിച്ചറിയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ ഞാൻ തന്നെയാണ് അനുഭവിക്കേണ്ടത്. ഒരു പക്ഷേ വീട്ടിൽ ഉണ്ടായാലും പുറത്ത് ജയിലിലാണെങ്കിലും തന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും. ഇനി ജയിലിലാണെങ്കിൽ അവിടെയും എനിക്ക് പല സുഹൃത്തുക്കളും ഉണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിൽ അവിടെ ഞാൻ സുഹൃത്തുക്കളെ ഉണ്ടാക്കും. പിന്നെ പുറത്തു നിന്നാൽ ഓരോ ദിവസവും ഞാൻ ആരെയെങ്കിലും കുപ്പിയിലാക്കി എന്നും മദ്യപിക്കും. ഇവിടെ അകത്താണെങ്കിൽ ആ ഒരു ദുശീലം കുറച്ചെങ്കിലുമൊക്കെ മാറിക്കിട്ടും. മാത്രമല്ല ഇവിടെ പഴയതുപോലെ അല്ലല്ലോ, ജോലി ചെയ്താൽ കൂലിയും കിട്ടും. ഭാര്യയുടെയും മകളുടെയും പരാതിയും പരിഭവവും ഒന്നും കേൾക്കേണ്ടിയും വരില്ല. അതുകൊണ്ട് ഇതാണ് സുരക്ഷിതമായിട്ടുള്ളതെന്ന് ഗോപാലകൃഷ്ണനോട് വേലായുധൻ അറിയിച്ചു. പിന്നെ എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ വേലായുധ, ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഗോപാലകൃഷ്ണ. എൻ്റെ മോളെ നീ നോക്കണം. അവളുടെ വിവാഹ ജീവിതവും കുടുംബ ജീവിതവും ഈ അവസ്ഥയിലായി. ഇനിയെങ്കിലും അവളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണം. അവളുടെ കാക്കയ്ക്കും പരുന്നിനും കൊടുക്കാതെ ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നതാ എൻ്റെ മോള്. അവളുടെ മേൽ നിന്റെ ഒരു ശ്രദ്ധയുണ്ടാകണം. അവൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അത്ര മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ഗോപാലകൃഷ്ണനോട് വേലായുധൻ ആവശ്യപ്പെടുമ്പോൾ അടുത്ത് നിന്ന് CI സാറ് പോകാമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ഗോപാലകൃഷ്ണനോട് തനിക്ക് കുറച്ചുകൂടി സംസാരിക്കണം. ഇനി എന്നാ സാറേ പുറത്തിറങ്ങുന്ന സംസാരിക്കുന്നത്? അതുകൊണ്ട് 5-6 മാസം ഇനി ഞാൻ ജയിലിൽ തന്നെയല്ലേ സാറേ, നമുക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങ് പോയാൽ പോരെ എന്ന വേലായുധന്റെ ചോദ്യം കേട്ടപ്പോൾ കലിയോടെ CI അവിടെ നിന്ന് ഗോപാലകൃഷ്ണന്റെ അടുത്ത് നിന്ന് വേലായുധനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ശാലിനി വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ എങ്ങനെയാകും അവിടുത്തെ പ്രതികരണം എന്നറിയാതെ ശാലിനിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. ശാലിനി ശിവനോടൊപ്പം ജീപ്പിൽ യാത്ര തുടരുമ്പോഴും ശാലിനിയുടെ മനസ്സ് മുഴുവൻ തന്നെ കുറ്റപ്പെടുത്തി അന്ന് തന്റെ മുന്നിൽ നിന്ന് അല്പസമയത്തിന് മുന്നേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോയ കമലന്റെ വാക്കുകളായിരുന്നു. നിങ്ങളോട് ഒരിക്കലും ഒരു ദൈവവും പൊറുക്കുകയില്ല എന്നും ഇത്രയും വലിയ ക്രൂരത കാട്ടിയ നിങ്ങളെ ഒരിക്കലും ദൈവം പൊറുക്കില്ലെന്നും ഈ ചതി അത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതല്ല എന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടുള്ള കമലന്റെ വാക്കുകൾ ശാലിനിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് കമലൻ രേഷ്മയുടെ മുന്നിലേക്ക് എത്തിയത്. രേഷ്മ കാര്യങ്ങളൊക്കെ കമലിനോട് വിശദമായി പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ടായെന്നും നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ ആശാനെ ഇല്ലാതാക്കിയില്ലേ, എന്നിട്ട് ഇപ്പോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭാഗം വാദിച്ചെടുക്കാൻ ജയിക്കാനായിട്ട് ശ്രമിക്കുകയല്ലേ എന്ന് ചോദിച്ച് ബഹളം വയ്ക്കുന്ന കമലിനോട് രേഷ്മ പറഞ്ഞു, കമല, ഞാൻ നീ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇങ്ങനെ എടുത്തു ചാടി ബഹളം വയ്ക്കാതെ. വിഷ്ണുവിന് ഒരു അസുഖമുണ്ടെന്നുള്ള വിവരം അവൻ തന്നെ സ്നേഹിക്കുന്ന ആരോടും പറയരുതെന്നായിരുന്നു, ആരും അറിയരുതെന്നായിരുന്നു അവന്റെ ആഗ്രഹം. ആ വലിയൊരു രോഗം അതിനെ എങ്ങനെയെങ്കിലും തരണം ചെയ്യാമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ രോഗത്തിൽ നിന്ന് മുക്തനാകാനോ തന്റെ ജീവൻ തിരിച്ചു പിടിക്കാനോ കഴിയില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ അവൻ മരണത്തെ തീർച്ചയായിട്ടും മരണം തന്നെ വന്ന് പിടികൂടുമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് മധുരയിലെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത്. ഒരു സർജറിക്ക് വേണ്ടി അവൻ തന്നെയും കൂട്ടിയാണ് അവിടേക്ക് പോയതെന്നും ശാലിനിയോ തന്നെ സ്നേഹിക്കുന്ന അമ്മയോ അതോടൊപ്പം തന്നെ കമലിനോ ഒന്നും തന്നെ ഈ സത്യം അറിയാൻ പാടില്ലെന്ന് അവൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. അത്രത്തോളം അവൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവനെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് ഒരിക്കലും അവനെക്കുറിച്ച് ഓർത്ത് വേദനിക്കാൻ പാടില്ല എന്നതായിരുന്നു അവന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതെന്നും ശാലിനി രേഷ്മ അറിയിച്ചു. മാത്രമല്ല വിഷ്ണു അന്ന് തന്നെയും കൂട്ടി ആ മധുരയിലെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് സർജറിക്ക് വേണ്ടി അവിടെ എത്തുമ്പോഴും അവിടെ സർജറിക്ക് വേണ്ടിയുള്ള കൺസെന്റിൽ ഞാനായിരുന്നു അന്ന് വിഷ്ണുവിന്റെ സഹോദരിയുടെ സ്ഥാനത്ത് സൈൻ ചെയ്ത് കൊടുത്തിരുന്നത്. അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ കയറി പോകുന്നതിന് മുൻപ് തന്നെ അവൻ ഉറപ്പായിരുന്നു അവന് ഈ സർജറിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ സർജറി ചെയ്താലും താൻ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായിരുന്ന വിഷ്ണുവിന് സർജറിക്ക് ശേഷം താൻ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ വിഷ്ണു തന്റെ ശരീരത്തിലുള്ള അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഹാർട്ട് ഉൾപ്പെടെ അവൻ ദാനം ചെയ്യുകയും ചെയ്തു എന്നുള്ള വിവരം രേഷ്മ കമലിനോട് പറയുന്നു. അതിനെല്ലാം ശേഷം വിഷ്ണുവിന്റെ ആ ചിതാഭസ്മം അതുമായി ഞങ്ങൾ ഗംഗാ തീരത്ത് അത് നിമജ്ജനം ചെയ്യാനായി പോയ സമയത്താണ് CA റസാഖും സംഘവും ഞങ്ങളെ പിടികൂടുന്നതും
അതിനുശേഷമാണ് ശാലിനി വിവരങ്ങളെല്ലാം അറിയുന്നത്. അതുകൊണ്ട് ദയവേത് ശാലിനിയെ കമലൻ കുറ്റപ്പെടുത്തരുത്. സത്യാമ്മയോടും ഈ സത്യങ്ങളൊക്കെ പറയണമായിരുന്നു. അത് ഏത് സാഹചര്യത്തിൽ പറയുമെന്നും എങ്ങനെ പറയുമെന്നും അറിയാതെയായിരുന്നു ഞങ്ങൾ ആശങ്കപ്പെട്ടിരുന്നത്. സത്യത്തിൽ സത്യാമ്മയോട് എന്താ ഞങ്ങൾ പറയുക? ഇത്രത്തോളം മകനെ സ്നേഹിച്ച് മകന്റെ തിരിച്ചു വരവും കാത്തിരിക്കുന്ന അമ്മയുടെ അരികിലെത്തി ഇനി ഒരിക്കലും മകൻ തിരിച്ചു വരില്ലെന്നും അങ്ങനെ ഒരു മടങ്ങി വരവ് അവനില്ല എന്നുള്ള സത്യം ഞങ്ങൾ എങ്ങനെയാ അമ്മയോട് അറിയിക്കും? അതായിരുന്നു ഇത്രയും നാളും സത്യാമ്മയോട് പോലും ഈ സത്യം മറച്ചു വെച്ചിരുന്നത്. ഇനിയെങ്കിലും സത്യാമ്മ അറിയണം യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന്. ശാലിനി അതിൽ നിരപരാധിയാണെന്നുള്ള സത്യം സത്യാമ്മയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ഇനി അതിനുശേഷം പിന്നീട് സംഭവിച്ചെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഇൻഷുറൻസ് തുക, ആ 30 ലക്ഷം രൂപ, അത് കിട്ടിയതും ശാലിനി എടുക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് ശാലിനി ഒരു നിർധനായ ഒരു കുടുംബത്തിന് നല്ലൊരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ പണം ശാലിനി ഉപയോഗിച്ചിരിക്കുന്നത്. അതും വിഷ്ണുവിന്റെ കുട്ടികളായ പപ്പിക്കും സത്യക്കും ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു സഹായം ശാലിനി ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. വിഷ്ണുവിന്റെ പേരിൽ അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക, അതായിരുന്നു ശാലിനിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ശാലിനി ആ പണം വാങ്ങിച്ചതും. ഇൻഷുറൻസ് തുക കൈപ്പറ്റുന്നതിന് വേണ്ടി വിഷ്ണുവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. അതിനും മധുരയിലേക്ക് പോയത് ഞാനും ശിവനും കൂടിയായിരുന്നു എന്നുള്ള വിവരവും രേഷ്മ കമലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. എല്ലാം കേൾക്കുന്ന കമലൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്തിനാണ് എന്റെ വിഷ്ണു ആശാനോട് ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്നും ആശാന്റെ ജീവന് പകരം എന്റെ ജീവൻ എടുക്കാമായിരുന്നല്ലോ ഈശ്വര, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്റെ ഈശ്വരന്മാരെ എന്റെ ആശാനോട് ഇങ്ങനെ ഒരു ദുർവിധി കാട്ടിയത് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കമലൻ പൊട്ടിക്കരയുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന രേഷ്മ കമലിന് അരികിലെത്തിയിട്ട് പറഞ്ഞു, എനിക്കറിയാം കമല, കമലിന് ഇതൊരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന്. എങ്കിലും ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയല്ലേ പറ്റൂ. ഇനി കമലിനും കൂടി സത്യാമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കമലിന് ഞങ്ങൾക്കൊപ്പം നിൽക്കണം. സത്യാമ്മയോട് വിഷ്ണുവിന്റെ കാര്യത്തിൽ ശാലിനി നിരപരാധിയാണെന്നുള്ള സത്യം സത്യാമ്മയെ ബോധ്യപ്പെടുത്താൻ കമലിനും കൂടി ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് രേഷ്മ ആവശ്യപ്പെടുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന കമലൻ പറഞ്ഞു, ശരി, ഞാനും ചെയ്യാം. എന്റെ ആശാന് വേണ്ടി നിങ്ങളെല്ലാവരും ഇത്രയൊക്കെ സഹായം ചെയ്തതല്ലേ, അതുകൊണ്ട് ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കമലം പൊട്ടിക്കരയുന്നു. എങ്കിലും എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ചതി എന്നോട് കാണിച്ചത് എന്തിനാണ്? എന്റെ ആശാന്റെ ജീവന് പകരം യാതൊരു അവകാശവും ഇല്ലാതെ നടക്കുന്ന, ആരും പ്രത്യേകിച്ച് അവകാശങ്ങൾ ഉന്നയിക്കാനില്ലാത്ത എന്റെ ജീവൻ എടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കമലൻ പൊട്ടിക്കരഞ്ഞു. ഈ സമയത്ത് ശാലിനി ശിവന്റെ കൂടെ വീട്ടിലേക്ക് ആ ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർ ആകെ ദേഷ്യത്തോടെ പെറുപെറുത്ത് ആ ഉമ്മറത്തിരിക്കുകയായിരുന്നു. ചാവടിയിലിരുന്ന് ദേഷ്യത്തോടെ രാഘവൻ നായർ അങ്ങനെ സംസാരിക്കുമ്പോൾ അരികിലേക്ക് രാഘവൻ നായർക്ക് കഴിക്കാനുള്ള മരുന്നുമായിട്ട് അരികിലേക്ക് പൊന്നിയെത്തി. പൊന്നിയെ കണ്ടത് രാഘവൻ നായർ ആകെ ദേഷ്യത്തോടെ പെറുപെറുത്തുകൊണ്ടിരിക്കുന്നത് കണ്ട് രാഘവൻ നായരോട് പൊന്നി പറഞ്ഞു, സാറേ ഈ മരുന്ന് കഴിക്കേ. അത് കേട്ടതോടെ രാഘവൻ നായർ പൊന്നിയോട് തട്ടിക്കയറി, എനിക്കൊരു മരുന്നും മന്ത്രവും ഒന്നും വേണ്ട. എന്തിനാ ഇത്? ഈ മരുന്നും മന്ത്രമൊക്കെ ഉപയോഗിച്ച് ഈ ജീവൻ നിലനിർത്തിയിട്ട് എന്തിനാ? ഈ നരകത്തിൽ കിടക്കാനോ? എനിക്കിവിടെ ഒന്നും ജീവിക്കണ്ട. എത്രയും പെട്ടെന്നൊന്ന് മരിച്ചാൽ മതിയായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ ലോകത്തൊന്ന് പോകാൻ സാധിച്ചാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞു രാഘവൻ നായർ കലിതുള്ളി നിൽക്കുമ്പോൾ ഉടനെ പൊന്നു പറഞ്ഞു, സാറേ ഇത് രാവിലെ കഴിക്കാനുള്ളതാ, ഈ മരുന്ന് മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും എനിക്ക് വേണ്ടെന്നല്ല നിന്നോട് ഞാൻ പറഞ്ഞത്. അവൾ മരുന്നും കൊണ്ട് വന്നിരിക്കുന്നത്, കയറി പോടിയേ എന്ന് പറഞ്ഞ് പൊന്നിയോട് ദേഷ്യപ്പെടുന്നു. പൊന്നി എന്ത് ചെയ്യണമെന്നറിയാതെ ആ വിഷമത്തോട് അകത്തേക്ക് കയറിപ്പോഴുമ്പോഴാണ് അവിടേക്ക് ഒരു ഓട്ടോ വന്നിറങ്ങുന്നത്. ഓട്ടോയിൽ നിന്ന് കൈക്ക് ഫ്രാക്ചർ സംഭവിച്ച് കയ്യിലെ ഒരു കെട്ടുമായിട്ട് അതും കയ്യും തൂക്കിയിട്ടുകൊണ്ട് അവിടേക്ക് കയറി വരികയാണ് പിള്ളച്ചേട്ടൻ. പിള്ളച്ചേട്ടന്റെ നെറ്റിയിലുമെല്ലാം ഓരോരോ പാടുകൾ കണ്ടു. ഇത് കണ്ട് രാഘവൻ നായർ പറഞ്ഞു, എന്തായാലോ തന്റെ യാത്രയൊക്കെ, താനെ ചെയ്തു പോയ തെറ്റിനൊക്കെ പ്രായശ്ചിത്തമായി ഭഗവാന്റെ തിരുസന്നിധിയിൽ ചെന്ന് ചെയ്ത തെറ്റൊക്കെ ഏറ്റു പറയാനായിട്ട് അതിന് യാത്രയ്ക്ക് പുറപ്പെട്ടതല്ലേ, എന്നിട്ടിപ്പോ എന്തായി എന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ അത് കേട്ട് പിള്ള പറഞ്ഞു, അതെ രാഘവൻ സാറേ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ എന്ന് പറഞ്ഞ് പിള്ളേശൻ രാഘവൻ നായരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് രാഘവൻ നായർ പറഞ്ഞത്, എടോ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ താൻ വല്ലതും അറിഞ്ഞോ എന്ന് ചോദിച്ചു. അതെന്തോ സാറേ, ഇവിടെ എന്താ പ്രത്യേകിച്ച് നടന്നത് എന്ന് ചോദിച്ചതും, അതൊക്കെയുണ്ട്. ഈ വീട് വീണ്ടും പഴയ വീട് പോലെ ആയിക്കൊണ്ടിരിക്കുക. അതെ, താനൊരു കാര്യം ചെയ്യ്, ഫോൺ എടുത്ത് വിഷ്ണുവിനെ ഒന്ന് വിളിച്ചേ, അവരിപ്പോ എവിടെയാണെന്നൊന്ന് അറിയാനാ എന്ന് പറഞ്ഞതും രാഘവൻ നായരോട് ആകെ ആശങ്കയോടെ താൻ എങ്ങനെ ഫോൺ കൊടുക്കുമെന്നുള്ള ടെൻഷനിൽ അങ്ങനെ പിള്ളച്ചേട്ടൻ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് പിള്ളച്ചേട്ടന്റെ ആശങ്കയോടെയുള്ള ആ നിൽപ്പ് കണ്ട് ശരിക്കും രാഘവൻ നായർ, എന്താടോ തനിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. സാറേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അത് ഈ കുടുംബത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് പിള്ള നേരെ നോക്കുമ്പോ ഒരു ശിവന്റെയും ശാലിനിയും ശിവനും ശാലിനിയും ജീപ്പിൽ അവിടേക്ക് വന്ന് ഇറങ്ങുന്നത് കണ്ടു. അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും രാഘവൻ നായർ വളരെ സന്തോഷത്തോടെ ശാലിനിയോട് പറഞ്ഞു, മക്കളെത്തിയോ, ഇനി അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് അവരെ സ്നേഹത്തോടെ രാഘവൻ നായർ അകത്തേക്ക് ക്ഷണിക്കുന്നു.
ശിവൻ അകത്തേക്ക് കയറി ചെന്നിട്ടും ശാലിനി ആകെ സംശയപ്പെട്ട് വാതിൽക്ക് നിൽക്കുന്നത് കണ്ടതോടെ രാഘവൻ നായർ ശാലിനിയോട് മോളെന്തിനവിടെ മടിച്ചു നിൽക്കുന്നതെന്നും ഇങ്ങോട്ട് കയറി വരാനും എന്ന് രാഘവൻ നായർ ശാലിനിയോട് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്കലാപ്പോടെ ശാലിനി ആ മുറ്റത്ത് നിന്ന് ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോഴേക്കും കലിച്ചു തുള്ളി അവിടേക്ക് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ശബ്ദമുയർത്തി സത്യഭാമ മുന്നിലേക്ക് വന്നു നിൽക്കുന്നു.